ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് വേണ്ടി ഞാൻ 1 കിലോ മാങ്ങ ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് ഒരു ദിവസം വെച്ചതാണ്. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടി മുളകൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നല്ല മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കളറും ഉണ്ടാകും, അത്ര എരിവും ഉണ്ടാവുകയില്ല. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സിർക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി മാങ്ങയിൽ നിന്ന് ഊറി വന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. 1-2 മിനിറ്റ് വരെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ മുളക് പൊടിയുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിപ്പോൾ അല്പം തിക്കായിട്ടാണ് ഉള്ളത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കൂടി സിർക്ക കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കടായി വെച്ച് ചൂടാക്കാം. കടായി നല്ലവണ്ണം ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ പക്കൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത്. എണ്ണയൊന്ന് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഒരുപാട് ചേർക്കണ്ട, 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് നമുക്ക് കടുക് കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും നല്ലവണ്ണം പൊട്ടി വന്നാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പേസ്റ്റ് തയ്യാറാക്കി ഇതിലേക്ക് ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ രണ്ടും ചെറുതായി അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കാൻ അനുവദിക്കാം. ഇത് നല്ലവണ്ണം തിളച്ച് വരണം, എങ്കിലേ അച്ചാർ കുറേ ദിവസം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാങ്ങയും കൂടി ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1-2 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് തിളപ്പിച്ചെടുക്കാം. നിങ്ങളുടെ മാങ്ങയിൽ നല്ല പുളിയുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം ഈത്തപ്പഴം കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി. ഈത്തപ്പഴം ജസ്റ്റ് ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം വേണം മുളകിലേക്ക് ചേർത്തൊന്ന് അരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മുളക് മിക്സ്ചർ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ അനുവദിക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടോടുകൂടി മാങ്ങ ചേർത്ത് കൊടുക്കാൻ പാടില്ല, അപ്പോൾ മാങ്ങ വെന്ത് പോവും. ചെറിയ ചൂടുണ്ടായ പ്രശ്നമൊന്നുമില്ല. നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള അതേസമയം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.